വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മുടെ CSIR ഫിസിക്സിൻ്റെ പഠനം നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കരുതുന്നു. അപ്പോൾ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പഠിക്കാനൊരു മോട്ടിവേഷനൊക്കെ തന്നു കളയാം എന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ടോപ്പിക്ക് നിങ്ങൾ കണ്ടു കാണും. ദ ബിഗ്ഗസ്റ്റ് ലൈ CSIR നെറ്റ് ടോപ്പേഴ്സ് നെവർ ടെൽ യു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാണും CSIRൻ്റെ ടോപ്പേഴ്സ് ആയിട്ടുള്ളവർ മിക്കവരും കള്ളന്മാരാണ്. അങ്ങനെയല്ല, എല്ലാവർക്കും ഓരോ ട്രേഡ് സീക്രട്ടുകളുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായതുകൊണ്ട് ഇതിൻ്റെ ടോപ്പേഴ്സ് ബാക്കിയുള്ളവരിൽ നിന്നും ഹൈഡ് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ, അത് ഒരു ലൈ എന്നുള്ള രീതിയിൽ ഞാനങ്ങ് റെപ്രസെൻ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയായിരിക്കാം ഈ ടോപ്പേഴ്സ് ടോപ്പിൽ എത്തിച്ചേർന്നത്, അവരുടെ ട്രേഡ് മാർക്കായിട്ടുള്ള സീക്രട്ടുകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ അപ്പോൾ ഇവിടെ ദ ബിഗ്ഗസ്റ്റ് ലൈ CSIR നെറ്റ് ടോപ്പേഴ്സ് നെവർ ടെൽ യു ആൻഡ് ഇറ്റ് ഡിസ്ട്രോയ്സ് ആവറേജ് സ്റ്റുഡൻസ് കോൺഫിഡൻസ്. അപ്പോൾ ഈ ഒരു കള്ളം ആവറേജ് ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെയും ആത്മവിശ്വാസത്തെ തകർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആവറേജ് സ്റ്റുഡൻസ് ചെയ്യുന്നതും ടോപ്പേഴ്സ് ചെയ്യാത്തതുമായിട്ടുള്ളൊരു കാര്യമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആവറേജ് സ്റ്റുഡൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂരിപക്ഷ ആൾക്കാരും ചെയ്യുന്ന കാര്യം ടോപ്പേഴ്സ് ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് ആ ഒരു വ്യത്യസ്തതയാണ് അവരെ ടോപ്പിൽ എത്തിച്ചത്. സോ വാട്ട് ഈസ് ദാറ്റ്? സോ ദ ലൈ ഐ സ്റ്റഡിഡ് എവറിത്തിങ്. ഞാനെല്ലാം പഠിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് പോയത് എന്നുള്ളതാണ് ഇവർ ആദ്യമേ പറയുന്നത് അല്ലേ. നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണെങ്കിലും CSIR എന്ന് തന്നെ ഏത് പരീക്ഷയ്ക്കാണെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുന്ന അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് വിജയിച്ച ഒരു ടോപ്പ് ലെവലിലുള്ള ഒരാളോട് നിങ്ങൾ ചോദിച്ചാൽ ഞാനെല്ലാം പഠിച്ചിട്ടാണ് പോയത് എന്നേ അവർ പറയൂ. ഞാൻ ഇന്ന കാര്യങ്ങൾ പഠിച്ചില്ല, ഇന്ന കാര്യങ്ങൾ പഠിച്ചു, ഇന്ന കാര്യങ്ങൾ ഞാൻ വിട്ടു, ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരാളോടും റിവീൽ ചെയ്യില്ല. അങ്ങനെ ചെയ്താൽ അവരുടെ മാർക്കറ്റ് വാല്യൂ ഇടിഞ്ഞു പോകും. സോ ദ ഫാക്ട് ഈസ് ദാറ്റ് ദേ ആർ നോട്ട് സ്റ്റഡിയിങ് എവറിത്തിങ്. സോ ഇവിടെ നോട്ട് ടോപ്പർ സ്റ്റഡീസ് എവറിത്തിങ്, ദേ സ്റ്റഡീസ് സെലക്റ്റീവ്ലി. അപ്പോൾ സെലക്റ്റീവായിട്ട് പഠിച്ചവരാണ് ഈ ടോപ്പിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പല നമ്മുടെ സ്റ്റുഡൻസിനോടാണെങ്കിലും ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും 100ൽ 100 കാര്യങ്ങളും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ സെലക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അതായത് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. അപ്പോൾ ആ ഒരു കാര്യം ടോപ്പേഴ്സ് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ടെൻഷൻ കുറവ്, അവർ നേരത്തെ പഠിച്ചു തീരുന്നു, അവർ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന, നിങ്ങളുടെ ഗ്രൂപ്പിൽ നന്നായിട്ട് CSIRന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളോട് ചോദിച്ചാൽ അയാൾക്ക് ടെൻഷൻ കാണില്ല. അയാൾ എക്സാമിന് ഒരു 10 ദിവസം മുന്നേ പഠിച്ചു തീർന്നിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം ഈ സിലബസിലുള്ളത് മുഴുവൻ ഇയാൾ പഠിച്ചു തീർന്നോ? ഇല്ല, അയാൾ പഠിക്കേണ്ട കാര്യങ്ങൾ ട്രെൻഡ് അനുസരിച്ച് പഠിച്ചു എന്നുള്ളതാണ് സത്യം. ഓക്കെ, സോ അതാണ് ഇവർ പറയുന്ന ഒന്നാമത്തെ കള്ളം, അല്ലെങ്കിൽ റിവീൽ ചെയ്യാത്ത ട്രേഡ് മാർക്ക് സീക്രട്ട്. ക്ലിയർ? ദെൻ സോ അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ പുതിയ ബാച്ചിൻ്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ജൂണിലേക്കുള്ള പ്രിപ്പറേഷൻ നമുക്ക് ആക്സലറേറ്റ് ചെയ്യേണ്ട സമയമാണിപ്പോൾ. അപ്പോൾ ആ ആക്സലറേഷൻ കൂട്ടാനായിട്ട് നിങ്ങളെ സഹായിക്കാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ മുൻപന്തിയിൽ തന്നെയുണ്ട്. അപ്പോൾ ഡെയിലി ലൈവ് ക്ലാസ്സുകളിലൂടെയും നമ്മുടെ റിവിഷൻ എക്സാമുകളിലൂടെയും മോക്ക് ടെസ്റ്റുകളിലൂടെയും ക്യുമുലേറ്റീവായിട്ടുള്ള എക്സാമുകളിലൂടെയും ഒക്കെ നമ്മൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ജൂണിൽ JRF ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിച്ച് നല്ല മെൻറ്റർ സപ്പോർട്ടോടു കൂടി നിങ്ങൾക്ക് JRF നേടിത്തരാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ പ്രതിജ്ഞാബദ്ധമാണ്. അപ്പോൾ നിങ്ങൾ ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുക. വളരെ ആഴത്തിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ആപ്പിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. നിങ്ങളുടെ സിലബസ് സെലക്റ്റീവായിട്ട് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞാലും സിലബസിലെ 100% കാര്യങ്ങളും നമ്മുടെ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനകത്ത് നിന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക എന്നുള്ളൊരു ധർമ്മമേ നിങ്ങൾക്കുള്ളൂ. പിന്നെ നമ്മൾ എക്സാമുകളാണെങ്കിലും ലൈവ് ക്ലാസ്സുകളാണെങ്കിലും പ്രോബ്ലം സോൾവിങ്ങിനെ നിങ്ങൾ ഒത്തിരി സഹായിക്കുന്നത്. അപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ പേടിയുള്ളവർക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നല്ല സ്ഥലമാണ്. കാരണം നിങ്ങൾ പ്രോബ്ലം ചെയ്ത്
പ്രോബ്ലം നിങ്ങൾക്ക് തന്ന് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് അതിൻ്റെ പേടിയെ മാറിക്കളയും. സോ അതുകൊണ്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇസ് ദ ബെസ്റ്റ് പ്ലേസ് ദാറ്റ് യു ക്യാൻ ചൂസ് ഇഫ് യു ആർ ഡ്രീമിങ് ഫോർ എ JRF ഇൻ ജൂൺ. ഓക്കെ, സോ ഞാൻ നിങ്ങളെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു വാർത്ത നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഫ്രണ്ട്സോ ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ അവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. JRF വിക്ടറി ബാച്ച് അഡ്മിഷൻസ് ആർ സ്റ്റിൽ ഓപ്പൺ. ദെൻ ദി അൺകംഫർട്ടബിൾ ട്രൂത്ത്. സ്കിപ്പ് ROI ടോപ്പിക്സ്. അപ്പോൾ അത് ഞാനൊരു കൊമേഴ്സിൻ്റെ ഒരു കാര്യം കൂടി ചേർത്തിട്ട്, ഇപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ലോ ആയിട്ടുള്ള ടോപ്പിക്കുകളെ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ സാധാരണ പഠിപ്പിസ്റ്റുകൾക്ക് ഇതൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ചില കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യുക. നമ്മൾ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചിട്ടേ നമ്മൾ ചരിത്രമുള്ളൂ. അപ്പോൾ ആ ചരിത്രം നമ്മളിവിടെ മാറ്റണം. ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയില്ലാത്ത മറ്റ് ടോപ്പിക്കുകളെ വെച്ച് നോക്കുമ്പോൾ പ്രയോറിറ്റി കുറവുള്ള, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ റിട്ടേൺ കുറവുള്ള ടോപ്പിക്കുകളെ സ്കിപ്പ് ചെയ്യുന്നതാണ് നമുക്ക് ആരോഗ്യത്തിന് നല്ലത്. സോ ടോപ്പേഴ്സും അത് തന്നെയാണ് ചെയ്യുന്നത്. ദെൻ ഇഗ്നോർ പെർഫെക്ഷൻ. സ്റ്റഡീസിലെ പെർഫെക്ഷൻ. നിങ്ങളൊരു കാര്യം പഠിക്കുമ്പോൾ അത് 100% മനസ്സിലാക്കിയാൽ മാത്രമേ ഞാൻ മുന്നോട്ട് പോകൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കുക. അപ്പോൾ ആര് പഠിച്ചാലും അത് എപ്പോഴും പെർഫെക്റ്റ് ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് എടുത്താൽ ആദ്യം മുതൽ അവസാനം വരെ 100% മനസ്സിലാവണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും, ചില കാര്യങ്ങൾ മനസ്സിലാവില്ല. ആ മനസ്സിലാകാത്ത കാര്യങ്ങൾ മനസ്സിലായത് വെച്ചുകൊണ്ട് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവും പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ. നമുക്ക് അൾട്ടിമേറ്റ്ലി എന്താണ് വേണ്ടത്? വി നീഡ് JRF. അതിനുവേണ്ടി നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ആ കട്ട് ഓഫിന് മുകളിൽ നമുക്ക് മാർക്ക് വേണം. അതിന് നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. അപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു ബേസിക് അറിവ് ഉണ്ടാക്കിയെടുക്കുക. ആ ഒരു കാര്യമാണ് നമുക്ക് വേണ്ടത്. സോ അതിനു വേണ്ടിയുള്ള പഠനമാണ് നിങ്ങൾ നടത്തേണ്ടത്. നമ്മൾ റിസർച്ച് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നെറ്റ് പാസ്സാകുക എന്നുള്ളതിൻ്റെ മീനിങ് നിങ്ങൾ ആ 9 പേപ്പറിലും കംപ്ലീറ്റ് റിസർച്ച് നടത്തുക എന്നുള്ളതല്ല. ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് ഇപ്പോഴേ അങ്ങ് ഒഴിവാക്കി വെക്കുക. ക്ലിയർ? ദെൻ ഫോക്കസ് ഓൺ റിപ്പീറ്റ് പാറ്റേൺസ്. നമ്മൾ PYQs ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചില ഭാഗങ്ങളിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് ഒരേ പാറ്റേണിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ അടുത്ത തവണ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. ക്ലിയർ? ദെൻ ദേ ഡോണ്ട് ചേസ് സിലബസ് കംപ്ലീഷൻ. ആര്? ദി ടോപ്പേഴ്സ്. ഇപ്പോൾ സിലബസ് മുഴുവൻ പഠിച്ച് അരച്ച് കലക്കി കുടിക്കുക എന്നുള്ളതല്ല ടോപ്പേഴ്സ് ചെയ്യുന്നത്. അവർ പഠിക്കേണ്ട കാര്യങ്ങൾ മുമ്പേ പറഞ്ഞതുപോലെ പഠിക്കേണ്ട രീതിയിൽ പഠിക്കുന്നു. അതുകൊണ്ട് അവർക്ക് റിട്ടേൺ കൂടുതൽ കിട്ടുന്നു. അവർ ടോപ്പേഴ്സ് ആകുന്നു. ക്ലിയർ? ദെൻ വൈ ദിസ് ലൈഫ് സ്പ്രെഡ്സ്. നമുക്ക് ഈ ഒരു കള്ളം മാത്രമേ നമുക്കറിയൂ. എല്ലാവരും എല്ലാം പഠിച്ചു തീർക്കുന്നു, അല്ലേ? എല്ലാ കാര്യങ്ങളും ഒരേ രീതിയിൽ 100% പെർഫെക്ഷനോടുകൂടി പഠിച്ചു തീർന്നാൽ മാത്രമേ CSIR കിട്ടൂ. ഈ ഒരു ധാരണയാണ് എല്ലാവർക്കും ഉള്ളത്. എന്തുകൊണ്ടാണ്? നമ്മളെപ്പോഴും വിജയികളുടെ കഥ മാത്രമാണ് കേൾക്കുന്നത്. പരാജയപ്പെട്ടവരുടെ കഥ നമ്മൾ കേൾക്കുന്നില്ല. പരാജയപ്പെട്ടവരെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ് പതിവ്. അതാണ് നമ്മുടെ സോഷ്യൽ കൾച്ചർ. അപ്പോൾ ആ ഒരു കൾച്ചറിൽ നിന്നുകൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ വിജയികളുടെ കഥ അവർ പറയുന്നത് ആ കള്ളം മാത്രമാണ്, അല്ലേ? അവരുടെ ട്രേഡ് സീക്രട്ട് അവർ പറയുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഈ സിലബസ് മുഴുവൻ പഠിച്ചു തീർന്നാൽ മാത്രമേ എനിക്ക് നെറ്റ് എഴുതാനുള്ള യോഗ്യതയുള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് പകുതി ഇല്ലെന്നായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു കള്ളം സ്പ്രെഡ് ചെയ്യുന്നത് നിങ്ങളിലെങ്കിലും തട്ടി അവിടെ തീരണം. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ സിലബസ് മുഴുവൻ പഠിച്ചു തീർക്കുക എന്നുള്ളതല്ല, സ്മാർട്ട് സെലക്ഷൻ വഴി ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ദെൻ ഫെയിലിയേഴ്സ് ആർ സൈലൻറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പരാജയപ്പെട്ടവരുടെ കഥകൾ ആരും ശ്രദ്ധിക്കുന്നില്ല. സോ സ്ട്രാറ്റജീസ് ഗെറ്റ് ഡിസ്റ്റോർട്ടഡ്. നമ്മൾ ഒന്ന് പരാജയപ്പെടുമ്പോഴേക്കും നമ്മൾ നേരത്തെ അഡോപ്റ്റ് ചെയ്ത സ്ട്രാറ്റജീസ് എല്ലാം പോകും. പിന്നെ സക്സസ് സ്റ്റോറീസ് നമ്മൾ പലരുടെയും കേൾക്കും, അല്ലേ? അവിടുത്തെ കേട്ടു, രാജസ്ഥാനിൽ നിന്ന് കേട്ടു, ഹിമാചലിൽ നിന്ന് കേട്ടു, തമിഴ്നാട്ടിൽ നിന്ന് കേട്ടു, ആന്ധ്രയിൽ നിന്ന് കേട്ടു, കേരളത്തിൽ നിന്ന് കേട്ടു. അപ്പോൾ എല്ലാവരും പലതാണ് പറയുന്നത്. പല കള്ളങ്ങൾ കൂടി ഒരു പെരും കള്ളമായിട്ട് നമ്മുടെ സ്ട്രാറ്റജീസ് എല്ലാം ഡിസ്റ്റോർട്ടഡ് ആയി പോകും. സോ അത് ഒന്ന് ഒഴിവാക്കുക. നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ സ്ട്രോങ് ഏരിയാസ് നമ്മൾ വീണ്ടും സ്ട്രെങ്തൻ ചെയ്യുക, വീക്ക് ഏരിയാസ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള ശ്രമം നടത്തുക. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾ പ്രോബ്ലംസിനെ അപ്രോച്ച് ചെയ്യുക. ക്ലിയർ? സോ യു ആർ കോപ്പിയിങ് ദ റിസൾട്ട്, നോട്ട് ദി പ്രോസസ്. അതാണ് ഞാൻ പറഞ്ഞത്. വി ആർ ട്രൈങ് ടു കോപ്പി ദ റിസൾട്ട്,
അപ്പോൾ അവർ ചെയ്ത പ്രോസസ്സ് എന്താണ് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുകയോ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അയാൾ അത് ചെയ്തു എന്ന് കരുതി ഞാനത് ചെയ്താൽ അത് ശരിയാകുമോ എന്ന സംശയമാണ് നമുക്ക്. അയാളത് ചെയ്തെങ്കിൽ എന്തുകൊണ്ട് ഞാനും അത് ട്രൈ ചെയ്ത് കൂടാ എന്ന് നമ്മളാരും ചിന്തിക്കുന്നില്ല. നമ്മൾക്ക് വേണ്ടത് റിസൾട്ട് മാത്രമാണ്. ഇതിലേക്കുള്ള പ്രോസസ്സ് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കൂടി പോകണമെന്ന നിർബന്ധ ബുദ്ധി കാരണമാണ് നമ്മൾ പരാജയപ്പെടുന്നത്. സോ നിങ്ങൾ അടുത്ത തവണ നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ ഈ ഒരു രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കേ. നിങ്ങൾ സ്മാർട്ട് സെലക്ഷൻ, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അവിടുന്ന് വരുന്ന പോർഷൻസ് പ്രോബ്ലംസ് ഒരെണ്ണം പോലും വിടാതെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ്സ് കുറയും, ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യണമല്ലോ എന്നുള്ള ആ പ്രഷറും കുറയും, സമാധാനത്തിൽ നിങ്ങൾക്ക് പഠിച്ച് മുന്നേറാനായിട്ടും പറ്റും. ക്ലിയർ? സോ മാർക്സ് ഗ്രേറ്റർ ദാൻ നോളജ്. സോ എക്സാം ഈസ് എ ഫിൽട്ടർ, നോട്ട് എ ടെസ്റ്റ് ഓഫ് ബ്രില്യൻസ്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അത് എന്താണ്? എക്സാം ഒരു ഫിൽറ്ററാണ്, ഒരു അരിപ്പയാണ്. അത് നമ്മുടെ അറിവിനെ പരിശോധിക്കുന്നതാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതിബുദ്ധിമാന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല CSIR. അത് ആ 3 മണിക്കൂർ സമയം നിങ്ങൾ എങ്ങനെ പ്രോബ്ലംസിനെ ടാക്കിൾ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റാണ്. അപ്പോൾ പ്രോബ്ലംസിനെ വിജയകരമായിട്ട് ടാക്കിൾ ചെയ്യുന്ന ആൾക്കാർ JRFിലേക്കൊക്കെ പോകും. അല്ലാതെ അതിബുദ്ധിമാന്മാരും അതിഭീകരമായ അറിവുള്ളവരും ഇതിൽ തട്ടി കുരുങ്ങിക്കിടക്കും. അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, സോ എപ്പോഴും ഓർക്കുക, ഇത് അറിവിൻ്റെ പരിശോധനയല്ല, നിങ്ങൾ പ്രോബ്ലംസിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പരിശോധനയാണ് നടക്കുന്നത്. സോ സ്മാർട്ട് റിസ്ക് ടേക്കിംഗ്, നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാവണം, അല്ലേ? നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ അല്ലെങ്കിൽ വീഡിയോസെങ്കിലും കാണുമ്പോൾ നമ്മൾ എല്ലാവരും പറയാറുണ്ട്, റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്കേ കൂടുതൽ റിട്ടേൺസ് കിട്ടൂ എന്നൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ സബ്ജക്റ്റഡ് ടു മാർക്കറ്റ് റിസ്ക് എന്നൊക്കെ പരസ്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് അറ്റ്ലീസ്റ്റ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കാണുമ്പോൾ നമ്മളും റിസ്ക് എടുക്കാൻ തയ്യാറാവുക. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഒഴിവാക്കേണ്ടി വരും, കുറച്ച് ഭാഗങ്ങൾ കൂടുതൽ പഠിക്കേണ്ടി വരും. ആ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ജൂണിൽ JRF നിസ്സാരമായിട്ട് ഉറപ്പിക്കാം. ഓക്കെ, സോ കൺട്രോൾഡ് അറ്റംപ്റ്റ്സ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആർത്തി പൂണ്ട് എല്ലാ ക്വസ്റ്റ്യനും കയറി അറ്റംപ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. നമ്മുടെ ആർത്തിയെയും നമ്മുടെ കൺട്രോളില്ലായ്മയെയും എക്സാം ഹോളിൽ കൺട്രോൾ ചെയ്യണം. നമുക്കറിയാവുന്ന കാര്യങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതുക, എന്നിട്ട് സമാധാനത്തോടെ ഇറങ്ങിപ്പോരുക. അറിയത്തില്ലാത്ത കാര്യങ്ങൾക്ക് ഗസ് ചെയ്ത് നെഗറ്റീവ് മാർക്ക് വരുത്തി വെക്കരുത്. ഓക്കെ, സോ ഇതാണ് ഒരു കമ്പാരിസൺ, ഒരു ടോപ്പർ വേഴ്സസ് ഹാർഡ് വർക്കർ. അപ്പോൾ എന്താണ് ഹാർഡ് വർക്കർ ചെയ്യുന്നത്, എന്താണ് ടോപ്പർ ചെയ്യുന്നത്, ഞാൻ ചുമ്മാ ഒന്ന് കമ്പയർ ചെയ്തതാണ്. അപ്പോൾ ഹാർഡ് വർക്കർ സോൾവ്സ് ഓൾ, എല്ലാ കാര്യങ്ങളും അയാൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. പക്ഷേ ഒരു ടോപ്പർ സ്കിപ്സ് റിസ്കി. അയാളുടെ നെഗറ്റീവ് മാർക്ക് വരുമെന്നുള്ള സാധനങ്ങൾ അയാൾ വിട്ടുകളയും. ഓക്കെ, ദെൻ ഹാർഡ് വർക്കർ അറ്റംപ്റ്റ്സ് മോർ ആൻഡ് ടോപ്പർ അറ്റംപ്റ്റ്സ് സ്മാർട്ടർ. അതാണ് ആ വ്യത്യാസം. ദെൻ ഹാർഡ് വർക്കർ ഗെറ്റ്സ് ഇമോഷണൽ ആൻഡ് ടോപ്പർ ഈസ് കാൽക്കുലേറ്റഡ്. അപ്പോൾ ഇമോഷണലാണ് അയാൾ, ഈ ഭാഗം വിട്ട് കളഞ്ഞാൽ അല്ലേ എന്ത് ചെയ്യും. പക്ഷേ ടോപ്പർ ഈസ് കാൽക്കുലേറ്റഡ്, അയാൾ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാൻ തയ്യാറാണ്. അയാൾക്കറിയാം മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പ്രോബ്ലം കൊണ്ട് ഇവിടെ വരുന്ന നഷ്ടത്തെ അയാൾക്ക് അവിടെ നികത്താൻ അറിയാമെന്ന് ടോപ്പർക്കറിയാം. സോ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഒരു ഒരു ഹാർഡ് വർക്കിംഗ് ടോപ്പർ ആയിരിക്കണം. ഈ 2 സ്വഭാവങ്ങളും കൂടി ചേരുമ്പോൾ നിങ്ങൾക്ക് JRF സുഖമായിട്ട് ഉറപ്പിക്കാൻ പറ്റും. അത് യാതൊരു തർക്കവും വേണ്ട. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ഡസ് ഇറ്റ് ഡസ് ടു സ്റ്റുഡൻസ്? സോ നിങ്ങൾ ഈ ഒരു കള്ളം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു ഗിൽറ്റി ഫീലിംഗ് ആയിരിക്കും ആദ്യം ഉണ്ടാവുക. ഇത് പഠിച്ചില്ലല്ലോ എന്നൊരു ഗിൽറ്റ് നമുക്ക് മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. പിന്നെ നമ്മൾ ഓവർ വർക്ക് ചെയ്യും, കൂടുതൽ നമ്മൾ ടോയിൽ ചെയ്ത് നമ്മളാകെ ബേൺ ഔട്ടായി നമ്മുടെ സിസ്റ്റം തന്നെ അടിച്ചു പോകും. സോ ആ ഒരു കാര്യം ഒഴിവാക്കുക. പിന്നെ മൾട്ടിപ്പിൾ ഫെയിലിയർ. അപ്പോൾ പലതവണ എഴുതിയിട്ടും പരാജയപ്പെടുന്നവർക്ക് ഇത് പരീക്ഷിക്കാവുന്നൊരു കാര്യമാണ്. നിങ്ങൾ തന്നിരിക്കുന്ന സിലബസിൻ്റെ ഒരു 60% പഠിച്ചാൽ മതി. നിങ്ങൾക്ക് 120 മുകളിൽ മാർക്ക് മതിയെന്നേ. നിങ്ങളോട് ആരാണ് 200 മാർക്ക് മേടിക്കണമെന്ന് പറയുന്നത്? സോ 120 മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ JRF കിട്ടും. ആ കാര്യം നിങ്ങൾ ഉറപ്പാക്കിയാൽ മതി. സോ ഈ ഒരു കാര്യം മനസ്സിലാക്കി സമാധാനത്തോടെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. ദെൻ യു ഡോണ്ട് നീഡ് ടു ബി എ ടോപ്പർ ടു ക്ലിയർ CSIR നെറ്റ്. ഞാൻ പറഞ്ഞിട്ടുള്ളതാ, PGക്കൊക്കെ പഠിക്കുമ്പോൾ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. സാധാരണക്കാരനായിട്ട് പഠിച്ചു പോയ ഏതൊരാൾക്കും ഇത് അറ്റംപ്റ്റ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. സോ you need to think like one that mindset can be trained.
അപ്പം നമ്മളെ അത് ഈ CSIR പാസ്സാകുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മുടെ മനസ്സിൻ്റെ ഒരു കാര്യമാണ്. എപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് പരാജയപ്പെടുന്നോ അപ്പോഴാണ് CSIRൽ നമ്മൾ പരാജയപ്പെടുക. സോ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക, സ്മാർട്ടായിട്ട് സെലക്ട് ചെയ്യുക, നിങ്ങൾ ഓവർ അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുക, ഓവർ വർക്ക് ചെയ്യാതിരിക്കുക, മനസമാധാനത്തോടെ പഠിക്കുക, മനസമാധാനത്തോടെ പോയി പരീക്ഷ എഴുതുക. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കുക. അപ്പോൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ കിട്ടും. അപ്പോൾ കുറച്ച് പഠിച്ച് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. സോ വീണ്ടും ഞാൻ നിങ്ങളെ നമ്മുടെ JRF വിക്ടറി ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ വിക്ടറി ബാച്ചിൽ നമ്മൾ എയിം ചെയ്യുന്നതും അതുതന്നെയാണ്. നമ്മൾ കുറച്ച് പഠിച്ച് കൂടുതൽ റിസൾട്ട് ജനറേറ്റ് ചെയ്യുക. കുറച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചേ പഠിപ്പിക്കുമെന്നല്ല, പഠിപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആപ്പിലുണ്ട്. അപ്പോൾ എങ്ങനെ അതിൽ നിന്ന് സ്മാർട്ട് സെലക്ഷൻ നടത്താം എന്ന് ഞങ്ങൾ നിങ്ങളെ പരിശീലിപ്പിക്കാം. സോ വെൽക്കം ടു അവർ JRF വിക്ടറി ബാച്ച്. താങ്ക് യു.